കടക്കെണിയിലായ ദേശീയ വിമാന കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വിൽക്കാൻ വീണ്ടും ശ്രമം തുടങ്ങി പാകിസ്ഥാൻ. ഡിസംബർ 23 ലേലം നടക്കുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. IMFന്റെ $7 ബില്യൺ വായ്പാ പദ്ധതിയുടെ ഭാഗമായാണ് എയർലൈൻ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം. IMFന്റെ $7 ബില്യൺ ബെയിൽ ഔട്ട് പാക്കേജിന്റെ പ്രധാന വ്യവസ്ഥ പാലിക്കുന്നതിനുള്ള അവസാന ഘട്ടമെന്നാണ് സർക്കാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നഷ്ടത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പരിഷ്കരിക്കുകയോ വിൽക്കുകയോ ചെയ്യണമെന്നാണ് IMF വായ്പാ പദ്ധതി പറയുന്നത്. കഴിഞ്ഞ വർഷം PIAയുടെ ഓഹരികൾ വിൽക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതീക്ഷിച്ചത്ര വില ലഭിക്കാത്തതിനാൽ സർക്കാർ ഇത് റദ്ദാക്കിയിരുന്നു. പുതിയ ലേലത്തിന് മുന്നോടിയായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് വിവിധ കമ്പനി പ്രതിനിധികളെ കണ്ടെന്നും റിപ്പോർട്ടുണ്ട്. എക്സ്റ്റൻഡഡ് ഫണ്ട് ഫെസിലിറ്റി പ്രകാരം അടുത്ത $1.2 ബില്യൺ അനുവദിക്കുന്നതിനായി IMFന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് ഈ മാസം 8 യോഗം ചേരും. ഭാവിയിൽ സഹായം ലഭിക്കാനായി വർഷാവസാനത്തോടെ PIA ലേലം പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വകാര്യവൽക്കരണത്തോടെ പാകിസ്ഥാൻ എയർലൈൻസിന്റെ നഷ്ടപ്പെട്ട അന്തസ്സ് പുനഃസ്ഥാപിക്കാനാകുമെന്നും ആധുനിക വ്യോമയാന സംവിധാനങ്ങൾ ഒരുക്കാൻ സഹായകമാകുമെന്നും ഷഹബാസ് ഷെറീഫ് പറഞ്ഞു. അതേസമയം ലേലത്തിന് മുൻകൂർ യോഗ്യത നേടിയ 4 കമ്പനികളിലൊന്ന് സൈനിക നിയന്ത്രണത്തിലുള്ള ഫൗജി ഫൗണ്ടേഷന്റെ ഭാഗമായ ഫൗജി ഫെർട്ടിലൈസർ കമ്പനി ലിമിറ്റഡ് ആണ്. ഇതുകൂടാതെ ലക്കി സിമന്റ് കൺസോർഷ്യം, ആരിഫ് ഹബീബ് കോർപ്പറേഷൻ കൺസോർഷ്യം, എയർ ബ്ലൂ ലിമിറ്റഡ് എന്നിവരാണ് വിമാന കമ്പനി വാങ്ങാനുള്ള ലേലത്തിൽ പങ്കെടുക്കുക. പാക് സൈന്യം നിയന്ത്രിക്കുന്ന പാകിസ്ഥാനിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ശൃംഖലയായ ഫൗജി ഫൗണ്ടേഷന് കീഴിലുള്ള കമ്പനിയാണ് ഫൗജി ഫെർട്ടിലൈസർ. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഫൗജി ഫൗണ്ടേഷനിൽ നേരിട്ട് സ്ഥാനങ്ങളൊന്നും വഹിക്കുന്നില്ലെങ്കിലും ഫൗണ്ടേഷന്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഭാഗമായി ക്വാർട്ടർ മാസ്റ്റർ ജനറലിനെ നിയമിക്കുന്നത് അസീം മുനീറാണ്. ഡോൺ മാസികയുടെ റിപ്പോർട്ട് പ്രകാരം 2 പതിറ്റാണ്ടിനിടെ പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാന സ്വകാര്യവൽക്കരണ ശ്രമമായിരിക്കും PIA ഓഹരി വിറ്റഴിക്കൽ. 2024 സെപ്റ്റംബറിലാണ് IMF പാകിസ്ഥാനുള്ള $7 ബില്യൺ വായ്പാ പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. $1 ബില്യൺ ഉടനടി നൽകിയെങ്കിലും ബാക്കി പണം 3 വർഷത്തിനുള്ളിൽ നൽകാമെന്നാണ് വ്യവസ്ഥ. സാമ്പത്തികമായി തകർന്നടിഞ്ഞ പാകിസ്ഥാൻ IMFന്റെ 5ാമത്തെ വലിയ കടക്കാരനാണ്. 1958 മുതൽ അവർ IMFൽ നിന്ന് 20-ലധികം വായ്പകൾ എടുത്തിട്ടുണ്ട്. അതേസമയം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സൗഹൃദം വളർന്നു വരുന്നതിൽ പാകിസ്ഥാൻ അസ്വസ്ഥരാണ്. പാകിസ്ഥാനിലെ ഷഹബാസ് ഷെറീഫ് സർക്കാർ താലിബാനെ നിരന്തരം വിമർശിക്കുകയും കാബൂൾ ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. താലിബാൻ സർക്കാരും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് പാകിസ്ഥാന് സഹിക്കാൻ കഴിയില്ല. അതേസമയം താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖി ഈ വിഷയത്തിൽ ഉചിതമായ മറുപടി നൽകിയിട്ടുണ്ട്. ഇത് പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഏത് രാജ്യവുമായി ബന്ധം സ്ഥാപിക്കാൻ കാബൂളിന് എല്ലാ അവകാശവും ഉണ്ടെന്ന് അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖി പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ വിദേശ നയം പൂർണ്ണമായും സ്വതന്ത്രമാണെന്ന് വിശേഷിപ്പിച്ച മുത്തഖി ദേശീയ താൽപര്യങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ള രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നുവെന്നും പറഞ്ഞു. കാബൂളും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഏത് രാജ്യവുമായി ബന്ധം സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് എല്ലാ അവകാശവുമുണ്ട് എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് പാകിസ്ഥാന്റെ പേര് പറഞ്ഞുകൊണ്ട് മുത്തഖി പാകിസ്ഥാൻ തന്നെ ഇന്ത്യയിൽ നയതന്ത്ര സാന്നിധ്യം നിലനിർത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. ഇതിനു പുറമെ തന്റെ രാജ്യം ഇന്ത്യയിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നത് എന്തിനെന്നും ചോദിച്ചു. പാകിസ്ഥാൻ ഇന്ത്യയിൽ ഒരു എംബസിയുണ്ട്, പിന്നെ എന്തിന് അഫ്ഗാനിസ്ഥാന് ഈ അവകാശം നിഷേധിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഇന്ത്യയുമായുള്ള ബന്ധം ഞങ്ങൾ ശക്തിപ്പെടുത്തും. അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ തടയാൻ ആർക്കും അവകാശമില്ലെന്ന് മുത്തഖി പറഞ്ഞു. മേഖലയിലെ രാജ്യങ്ങളുമായി സന്തുലിതവും സജീവവുമായ വിദേശ നയം പ്രോത്സാഹിപ്പിക്കാൻ കാബൂൾ ശ്രമിക്കുന്നതിനിടെയാണ് മുത്തഖിയുടെ പ്രസ്താവന. പാകിസ്ഥാനിൽ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന ഇസ്ലാമാബാദിന്റെ ആരോപണങ്ങൾക്ക് മുത്തഖി മറുപടി പറഞ്ഞു. ആദ്യം പാകിസ്ഥാൻ TTP, പിന്നീട് ബലൂചിസ്ഥാനിലെ BLA എന്നിവയുടെ പേരിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തി. ഇപ്പോൾ അവർ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു. തങ്ങളുടെ രാജ്യത്തിനെതിരെയുള്ള പാകിസ്ഥാന്റെ ഏതൊരു നടപടിയും ചെറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ വിദേശ നയം കൈകാര്യം ചെയ്യാനും ഏത് രാജ്യവുമായി ബന്ധം സ്ഥാപിക്കാനും അവകാശമുണ്ടെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇന്ത്യയുമായുള്ള തങ്ങളുടെ ബന്ധം രാഷ്ട്രീയവും സാമ്പത്തികവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്തിടെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരും തമ്മിലുള്ള ബന്ധം അതിവേഗം പുരോഗമിച്ചു. ഇത് പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.